കണ്ണൂരിൻ്റെ ചെന്താരകം പി ജയരാജനോട് പാർട്ടി അനീതി കാണിച്ചു. എന്താണ് അങ്ങേക്ക് അഭിപ്രായം? മുടിയനായ പുത്തം തിരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ല ആടിനെ ബലി കൊടുക്കണമെന്നാണ് കണ്ണൂർ. അതാണ് കണ്ണൂരിലെ മുടിയനായ പുത്തം എന്ന് വെച്ചാൽ സമാധാനമായിരുന്നു. കണ്ണൂരിൽ സ്വാതന്ത്ര്യാനന്തര സമാധാനം എന്തെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ആദ്യം അത് കോൺഗ്രസ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനയായി, പിന്നെ CPM RSS സംഘടനയായി, ദിനേശ് വിടി ഗണേഷ് വിടി സംഘടനയായിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെ പല രീതിയിൽ രൂപാന്തരപ്പെട്ടാണ്. അങ്ങനെ നാട് ശരിക്കും ഒരു ക്യാപ്റ്റീവാണ്. നിങ്ങളിപ്പോൾ കണ്ണൂർ സിറ്റിയിലെ അല്ലെങ്കിൽ തലശ്ശേരിയിലെ അല്ലെങ്കിൽ തളിപ്പറമ്പിലെ പയ്യന്നൂർ ഒന്നുമുള്ള ആ വികസനം കണ്ടിട്ടൊന്ന് കണ്ണൂർ ഗ്രാമപ്രദേശങ്ങളിൽ പോയി ഭയങ്കര ദാരിദ്ര്യമുള്ള സ്ഥലമാണ്. അങ്ങനെ ക്യാപ്റ്റീവ് പോപ്പുലേഷനാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ അഭിപ്രായം പോലും ഇല്ല. അവരുടെ ആ ഗ്രാമത്തിൻ്റെ അഭിപ്രായം എന്താണോ അതാണ് അവരുടെ അഭിപ്രായം. മറ്റേത് ഈ നിങ്ങളീ പറയുന്ന അവിടെ ഫ്ലരിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രദേശങ്ങൾ മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. മുസ്ലിം കച്ചവടക്കാർ വളരെ ശക്തരാണ്. അതെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ തലശ്ശേരിയാണല്ലോ ഈ മലബാർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉണ്ടായിരുന്നത്. അതെ, വളരെ ഓൾ ഇന്ത്യ തലത്തിൽ അല്ലെങ്കിൽ ഗ്ലോബലി ട്രേഡ് ചെയ്തിരുന്ന ആളുകളാണ്. അതിൻ്റെ അതായത് ഒരു ലീഗ് കോൺഗ്രസും ഒക്കെയാണ്. അവിടെ ഇപ്പോൾ CPM എന്ന് പറഞ്ഞാൽ ബേസിക്കലി തീയന്മാരാണ്. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഉൾനാടുകളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ വെച്ചാൽ ഈ ഒറീസയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒന്നും കാണുമ്പോഴുള്ള ഗ്രാമീണ ദാരിദ്ര്യമല്ല. പക്ഷേ കോഴിക്കോടിൻ്റെ ഉൾനാടുകളെ അപേക്ഷിച്ച് കണ്ണൂരിൻ്റെ ഉൾനാടുകൾ നല്ല ദാരിദ്ര്യമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെതായ അന്തരീക്ഷമായിരുന്നു. ആ രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരു ഭാഗത്ത് നിന്ന ആളുകളാണ് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, പി ജയരാജൻ, കാരായിമാർ. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈനപ്പ്. മറുഭാഗത്താണെങ്കിൽ വാസുമാഷ്, ഹസൻ തില്ലങ്കരി ചേട്ടൻ, ഈ പറയുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. രാഷ്ട്രീയമായിട്ട് പല പ്രത്യയശാസ്ത്ര മാനങ്ങളും നൽകപ്പെട്ടു. MM വിജയമാഷ വന്ന ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണെന്നാണ്. അതുകൊണ്ട് ഞാനൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു. കണ്ണൂരിലെ CPMൻ്റെ അക്രമ സംഭവങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഞാനതിന് CPMന് അനുകൂല നിലപാടെടുക്കാൻ കാരണം MM വിജയമാഷ സ്വാധീനം. MM വിജയമാഷ ആ രീതിയിലോ സ്വാധീനം RSS അല്ലാത്ത ആളുകളുടെ ഇടയിൽ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിക്കുന്ന സമയത്ത്. പിന്നെ MN വിജയമാഷൊക്കെ പിണറായി വിജയനെതിരത്തിൽ. അപ്പോഴും ഇവർ ഈ നിലപാട് റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ പോയിരിക്കുമ്പോൾ പിണറായി മുഖ്യമന്ത്രിയാവുന്നു, കേന്ദ്രത്തിൽ മോഡി പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഈ രാഷ്ട്രീയ സംഘർഷത്തിൽ കേരളത്തിൻ്റെ പുറത്തേക്ക് CPM ഓഫീസുകൾ ആക്രമിക്കപ്പെടുന്നു. കോൺഗ്രസ്സുകാർ അവരുടെ ഓഫീസ് ആക്രമിച്ചാൽ തിരിച്ചാരും ആക്രമിക്കില്ലല്ലോ, പക്ഷെ മറ്റേ ആക്രമിക്കില്ല. അപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം രണ്ടു കൂട്ടർക്കുണ്ട്. എല്ലാവരും വിചാരിച്ചാൽ RSSന് താല്പര്യമില്ല. RSSനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായത്. കാരണം ദേശീയ CPM BJP കേന്ദ്രം ഭരിക്കാൻ ഹിന്ദുക്കൾ പരസ്പരം തല്ലി മരിക്കുന്നത് RSSന് ഇഷ്ടപ്പെടും. അങ്ങനെ നിർത്താനാണ് അവരെ. എല്ലാവരും വിചാരിച്ചാൽ RSS നിർത്താൻ ആഗ്രഹമില്ലാത്തതാണ്. RSSനെ ഏറ്റവും കൂടുതൽ നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിണറായിക്ക് നിർത്തണമുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഇത്ര മാത്രം സംഘർഷം കണ്ടാലും എങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് കഷ്ടകാലത്ത് ജയരാജേട്ടൻ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഈ താഴെ തട്ടിലെ അണികളെ നിയന്ത്രിക്കുന്നത് ജയരാജേട്ടനാണ്. മറ്റൊരു രണ്ടുപേരും തിരുവനന്തപുരത്താണ്, കോടിയേരിയും പിണറായിയും. പിന്നെ ജയരാജേട്ടൻ്റെ താഴെയുള്ള ആളുകളാണ് കാരായിമാർ. ഇങ്ങനെയായിരുന്നു എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കൊലപാതകമല്ല ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഓപ്പറേഷൻ ആക്ഷൻ. അത് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജയരാജേട്ടൻ അപ്പം നേരിട്ട് അണികളുമായിട്ട് ആ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നേതാവാണ്. എന്നുവെച്ചാൽ മറ്റുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു തിരുവനന്തപുരത്ത് ജയരാജേട്ടനായിട്ട് നേരിട്ട് ഡീൽ ചെയ്തു. അപ്പം അവിടെ സമാധാനം നിലനിൽക്കണമെങ്കിൽ ജയരാജേട്ടൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് വേഗമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കാരണം മൂപ്പർക്ക് അവിടെ ഒരു താഴെത്തട്ട് സംഘർഷം ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ സംഭവിക്കുന്ന കഴിഞ്ഞ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ അന്നപ്പം തന്നെ രണ്ട് പാർട്ടിയുടെയും ജില്ലാ നേതൃത്വം ഇടപെട്ട് അത് സോൾവ് ആയി. അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അടുത്ത ദിവസം കലാപമാണ്. എന്നിട്ട് അവിടെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ CPMമാർ തന്നെ RSS വിളിച്ചാൽ നിങ്ങളായിട്ടുള്ള പ്രശ്നമല്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അവർ മുദ്രാവാക്യം വിളിച്ചാൽ പോയ CPMമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. CPMമാർ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ അവരെ പ്രശ്നമായി. അത് പിന്നെ RSS CPM സംഘർഷം എന്ന രീതിയിലാണ് പുറത്ത് വന്നത്. അപ്പോൾ അന്നപ്പം തന്നെ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായാൽ മതിയാണ് ഇവിടെ കലാപം ഉണ്ടാവാൻ. ഇപ്പോൾ ജയരാജേട്ടനാണെങ്കിൽ സഹാക്കൾ ഇങ്ങനെ RSS നമ്മളെ തോണ്ടി തന്നാൽ പോയി അടിച്ചിടന്ന് പറയും. അപ്പോൾ മത്സരത്തില്ലെങ്കിൽ ചേട്ടനാണെങ്കിലും പറയും. ഇവർ രണ്ടുപേരുടെയും ഇവർ ഈ പറയുന്ന ഈ കൂടെ നിൽക്കുന്ന ആളുകളെ ചങ്കും കൊടുത്ത് കൂടെ വെക്കുക എന്നുള്ളതാണല്ലോ ഇവർ രണ്ടുപേരും പോളിസി. അപ്പം
പക്ഷേ RSSനെ സംബന്ധിച്ച് അവരുടെ ചട്ടക്കൂടുണ്ട്. അതിന് ആ ചട്ടക്കൂടിൻ്റെ പുറത്തേക്ക് ആ ചട്ടക്കൂടനുസരിച്ച് അവർ ചെയ്യുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണവും പാർട്ടിയും എല്ലാം കൂടി ഉള്ള സമയത്ത് അപ്പം ജയരാജേട്ടൻ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന ഫീൽ വരുന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം സെക്രട്ടേറിയറ്റ് എടുക്കുമെന്നായിരുന്നു ഞാൻ കരുതപ്പെട്ടിരുന്നത്. പക്ഷെ അത് ഇതുകൊണ്ടായിരിക്കും ഈ ജയരാജേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പയ്യന്മാർ വളരെ എന്താ പറയുക ഉത്സാഹ കമ്മിറ്റിക്കാരാണ്. അവരെന്ത് ചെയ്യും? അപ്പം അതൊരു പൊതുവെ നിൽക്കുന്ന അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഈ പറയുന്ന തിരിച്ചടി എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഒരു പ്രശ്നം വന്നല്ല, അക്രമം എന്ന് പറയുന്നില്ല, അത് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇപ്പം ഇവർ രണ്ടാണ്, RSS ആണെങ്കിലും BJP ആണ്. അവിടുത്തെ നിങ്ങൾ സൗത്ത് കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം അല്ല കണ്ണൂർ. ഞങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോയാൽ തന്നെ നിശബ്ദത നിങ്ങളെ പേടിപ്പെടുത്തും. 2 പാർട്ടി ഗ്രാമങ്ങൾ, എനിക്കിത് 2 കൂട്ടരിൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം. അത് CPM പാർട്ടി ഗ്രാമങ്ങൾ ഞാൻ പോയിട്ടുണ്ട്, RSS ഗ്രാമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടില്ല. വേണമെങ്കിൽ ഇറങ്ങാം, നമുക്കവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഇറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ അതൊരു റോങ് മെസ്സേജ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തോടെ വലിയ അനീതിയാണ് ചെയ്തത്. കാരണം ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ വളർച്ച ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ നേതൃത്വം ഭയപ്പെടുന്നുണ്ടോ? അദ്ദേഹം വളർന്നു വരുന്നത് പാർട്ടിക്ക് ഗുണം അല്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ CPM ഇപ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റിലാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണ്ടതിന് മൊത്തം ഭൂശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കൊടി കുത്തിയെല്ലാം നശിപ്പിക്കുന്ന പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് പ്രൊഡക്റ്റീവായി കാര്യങ്ങൾ കാണുന്ന ഒരു പാർട്ടി, ദാരിദ്ര്യം വിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് സമ്പന്നത വിൽക്കുന്ന ഒരു പാർട്ടിയായി, സമ്പന്നത സ്പ്രെഡ് ചെയ്യുന്ന ഒരു പാർട്ടി. ദാരിദ്ര്യം സ്പ്രെഡ് ചെയ്യരുത്, ദാരിദ്ര്യം സ്പ്രെഡ് ചെയ്യരുത്. ഒരു കട ഇട്ട് കഴിഞ്ഞാൽ ആ കട അങ്ങനെ പൂട്ടിക്കാം, എന്നിട്ട് അവനെയും കൂടി ദരിദ്രനാക്കാം. ഇപ്പം അങ്ങനെയല്ല. ഈ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ സഹായിച്ചിട്ടുള്ള ബിസിനസ് തുടങ്ങണം, മുദ്രാ ലോൺ തുടങ്ങി, കുറച്ചുകൂടി പൈസ വേണം, കോപ്പറേറ്റീവ് ബാങ്കുകളാണ് കണ്ട് അവർ സഹായിക്കും. അങ്ങനെ കൂടി അത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലാതെ ഓടിച്ചു പോകും. കാരണം പാർട്ടിക്ക് അത് ചൊറിയല്ല. അത് RSS ആയും CPM ആയും BJP ആണെങ്കിൽ നാനൂൽ പാർട്ടികളാണെങ്കിൽ അവർ ഒരു ലോക്കൽ നേതാവ് മതി ഒരു പ്രോജക്റ്റ് മുടക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു കഥയുണ്ട്. LDFന്റെ കൂടെയുള്ള ഒരു ഘടകകക്ഷി അവർ സംഭാവന വെച്ചിട്ട് കൊടുക്കാത്ത ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങൾ മൊത്തം തകർത്തോളം. ഇവിടെ കൊല്ലത്തുമൊക്കെ സമാനമായ സംഭവങ്ങളുണ്ട്. CPM-നേക്കാളും കൂടുതൽ ചില ഇടത് ഘടകകക്ഷികളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വന്ന ശേഷം പക്ഷെ അതൊക്കെ അദ്ദേഹം തടയാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ജയരാജേട്ടൻ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ ഒരു പഴയ പിണറായി VS ആ ഒരു എല്ലാം പാർട്ടി അറിയണം, പാർട്ടി ഗുണം, പാർട്ടി ലൈനിൽ കൂടെ പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ്. പിണറായി പുറത്ത് അങ്ങനെ ആണെങ്കിൽ പോലും അദ്ദേഹം ഈ പറയുന്ന പോലെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. കുറച്ചുകൂടി റിയലിസ്റ്റിക്, യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിൽ കുറെ കൂടെ റിയലിസ്റ്റിക് ആണ്. ഇവർക്കിപ്പം ബാക്കിയെല്ലാവർക്കും ഈ കമ്മ്യൂണിസ്റ്റ് അസ്ക്യത കുറച്ച് കുറവാണ്. പിണറായി പുറത്ത് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പോലും ഇൻ റിയാലിറ്റി അസ്ക്യതല്ല. ജയരാജേട്ടനൊക്കെ ഈ പണ്ടത്തെ ആ ട്രഡീഷൻ്റെ ഒരു പിടുത്തമുണ്ട്. ഇതെല്ലാം കൊണ്ടായിരിക്കും ഈ ഒരു സംഭവം കൊണ്ടായിരിക്കും. ഒരു യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റും ഒരു ലിബറൽ കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അതിലിപ്പം നമ്മൾ ഏത് സൈഡിൽ നിൽക്കും. ഇപ്പം ഞാനിപ്പം എനിക്ക് ജയരാജേട്ടൻ വലിയ ഇഷ്ടമാണ്. എനിക്ക് കണ്ണൂർ ലീഡർഷിപ്പ് ഏറ്റവും കൂടുതൽ ഒന്ന് ജയരാജേട്ടൻ വത്സന്തില്ലെങ്കിൽ അവർ റിയൽ ഹീറോസാണ്. നിങ്ങൾ ഈ കണ്ട് കൈ ആരാധന എന്ന് വെച്ചാൽ ലൈഫിലെ ഭരചന്ദ്രനും ലൈഫിലെ ചാക്കോച്ചിയൊക്കെയാണ് അവർ. ആ ഇരട്ട ചങ്കുമാണ്. ഇരട്ട ചങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ ആണ്. അപ്പം എനിക്ക് അവരോട് എൻ്റെ ഒരു ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പാർട്ടി നേരിട്ടൊരു പ്രശ്നം ഇതായിരിക്കാം. ഒന്ന് കണ്ണൂർ അക്രമ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, 2 പുതിയൊരു ലീഡർഷിപ്പ്, ഈ പറഞ്ഞ പ്രത്യയശാസ്ത്ര ബാധ്യതകളില്ലാത്ത ലീഡർഷിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വീണ ജ്യോതിനെ നേരിട്ട് എടുത്ത് കണ്ടില്ലേ? വീണ ജ്യോതിന് അങ്ങനെ പ്രത്യയശാസ്ത്ര ബാധ്യതയൊന്നുമില്ല, കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പം പ്രത്യയശാസ്ത്ര ജയരാജേട്ടൻ്റെ കാര്യം, ജയരാജേട്ടൻ വൺസ് സെക്രട്ടേറിയറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജയരാജേട്ടന് ഭയങ്കര ജനപിന്തുണ ഉള്ളതല്ലേ. അത് ഈ പറയുന്ന ഷിഫ്റ്റിന് ചിലപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റണമെന്ന് വരില്ല. ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും പ്രിയപ്പെട്ട മുട്ടനാടിന് തന്നെ കണ്ണൂരിൻ്റെ സമാധാനത്തിനും CPM-ൻ്റെ ഷിഫ്റ്റിനും വേണ്ടി ബലി കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.